ഗ്രീക്ക് ഐലൻഡായ സാന്റോറിനിയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ റിപ്പോർട്ട് ചെയ്തത് 400-ലധികം ഭൂചലനങ്ങളാണ്. ഇതിനകം ദ്വീപിൽ നിന്നും ആയിരക്കണക്കിന് പേർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പലായനം ചെയ്തു. വലിയ തോതിൽ ആളുകൾ ഒത്തുചേരുന്നത് ഒഴിവാക്കണമെന്നും ആശങ്ക വേണ്ടെന്നും ഗ്രീസ് പ്രധാനമന്ത്രി അറിയിച്ചു. ഇൻസ്റ്റഗ്രാം ഐലൻഡ്, വൈറ്റ് വാഷ്ഡ് ഐലൻഡ് എന്ന് തുടങ്ങി നിരവധി പേരുകളാണ് സാന്റോറിനി ദ്വീപിനുള്ളത്. ഏജിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീസിന്റെ നിയന്ത്രണത്തിലുള്ള ദ്വീപിൽ തുടർച്ചയായി 100 കണക്കിന് ഭൂചലനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 300-ലധികം ഭൂചലനങ്ങൾ പ്രദേശത്തുണ്ടായെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. വരും ദിവസങ്ങളിലും ഇത് തുടരുമെന്ന് ഗ്രീസിലെ എർത്ത്ക്വേക്ക് പ്ലാനിംഗ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷനും വ്യക്തമാക്കുന്നു. 20,000-ഓളം സ്ഥിരതാമസക്കാരുള്ള ദ്വീപാണ് സാന്റോറിനി. എന്നാൽ ഓരോ വർഷവും 3 മില്യൺ ആളുകൾ ടൂറിസ്റ്റുകളായി ദ്വീപിലെത്തുന്നുവെന്നാണ് കണക്കുകൾ. ഭൂചലന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതോടെ ദ്വീപിൽ നിന്ന് മാറാനുള്ള തിക്കിലും തിരക്കിലുമാണ് ടൂറിസ്റ്റുകൾ. ആളുകളെ നീക്കാനായി കൂടുതൽ വിമാന സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. ഓരോ 20 മിനിറ്റിലും ദ്വീപിൽ ഭൂചലനം അനുഭവപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട്. വലിയ അപകടമുണ്ടായാൽ നേരിടാനായി എമർജൻസി ക്രൂവിനെയും നിയോഗിച്ചു കഴിഞ്ഞു. ഇതിനകം 9,000-ഓളം ആളുകൾ ദ്വീപ് വിട്ടെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. യൂറോപ്പിലെ സജീവമായ അഗ്നിപർവ്വത സ്ഫോടനത്തിന് സാധ്യതയുള്ള മേഖലയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ആളുകളെ കൂടുതൽ ഭയചകിതരാക്കുന്നത്. തുടർച്ചയായ ഭൂചലനങ്ങൾ സുനാമിക്ക് കാരണമായേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടിനെ ഭരണകൂടം തള്ളിക്കളയുന്നു. വോൾക്കാനിക് ആക്ടിവിറ്റി അല്ല, മറിച്ച് ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനമാണ് നിലവിലെ സാഹചര്യത്തിന് കാരണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ആശങ്കാകുലരാകേണ്ട സാഹചര്യമില്ലെന്ന് ഗ്രീസ് പ്രധാനമന്ത്രിയും വ്യക്തമാക്കി. സാന്റോറിനി ദ്വീപിന് പുറമെ ഏജിയൻ കടലിലും സമീപത്തെ അമോറോസ് ഉൾപ്പെടെയുള്ള ദ്വീപുകളിലും ഭൂചലനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദ്വീപുകളിലെ സ്കൂളുകൾ അടച്ചു. തീരമേഖലകളിലേക്ക് യാത്ര ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകുകയും ഇൻഡോറുകളിൽ വലിയ കൂടിച്ചേരലുകൾക്ക് വിലക്കും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മുൻ കാലഘട്ടത്തിലും വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാന്റോറിനി ദ്വീപ് സാക്ഷിയായിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ 1956-ലെ ഭൂകമ്പത്തിൽ 53 പേർ കൊല്ലപ്പെട്ടിരുന്നു. 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.